വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ നടനാണ് ദീപക് പറമ്പോൾ. മഞ്ഞുമൽ ബോയ്സിലെ ദീപകിന്റെ കഥാപാത്രം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. താരം വിവാഹിതനാകാൻ പോകുന്നു എന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഇപ്പോൾ സെൽഫ് ട്രോളിലൂടെ തന്റെ വിവാഹത്തിന്റെ വിവരം ഇൻസ്റ്റഗ്രാമിൽ ഒഫീഷ്യലായി താരം പങ്കുവച്ചിരിക്കുകയാണ്. നടി അപർണ ദാസിനെയാണ് ദീപക് വിവാഹം ചെയ്യുന്നത്. മനോഹരം എന്ന സിനിമയിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ ആ സിനിമയിൽ വിനീത് ശ്രീനിവാസൻ ദീപകിന്റെ കഥാപാത്രത്തെ കുറിച്ച് അപർണയുടെ കഥാപാത്രത്തോട് പറയുന്ന ഭാഗം റീലാക്കിയിട്ടാണ് വിവാഹത്തിന്റെ സേവ് ദ ഡേറ്റ് റീല് ഇട്ടിരിക്കുന്നത്. വിനീതേട്ടൻ പണ്ടേ അവളോട് പറഞ്ഞതാ, എന്നെ ട്രോളാൻ ഞാൻ വേറെ ആരെയും സമ്മതിക്കൂല എന്ന ക്യാപ്ഷനോട് കൂടിയാണ് റീല് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ നാറിയെ ചെറുപ്പം തൊട്ടേ എനിക്കറിയാം. ഇവനേക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെയില്ല. ഇവന്റെ വീട്ടിൽ ഫോട്ടോഷോപ്പ് എന്നല്ല വെളിച്ചെണ്ണ വാങ്ങാൻ നീ വന്നു എന്നറിഞ്ഞാൽ അതിനേക്കാളും വലിയ അപമാനം വേറെ ഉണ്ടാവില്ല എന്ന സീനാണ് ദീപക് സെൽഫ് ട്രോളായി ഇട്ടിരിക്കുന്നത്. ദീപക് മാത്രമല്ല, ഇരുവരുടെയും വിവാഹ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേർ ഇതേ വീഡിയോ ട്രോളായി പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ നിരവധി പേരാണ് താരത്തിന് വിവാഹ ആശംസകൾ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഏപ്രിൽ 24-ന് വടക്കാഞ്ചേരിയിൽ വെച്ചാണ് വിവാഹം. വിവാഹ കത്തും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിലൂടെയാണ് അപർണ സിനിമയിലേക്ക് എത്തുന്നത്. തുടർന്ന് മനോഹരം എന്ന സിനിമയിൽ വിനീത് ശ്രീനിവാസന്റെ നായികയായി അഭിനയിച്ചു. തുടർന്ന് തമിഴിൽ ബീസ്റ്റ്, ഹിറ്റ് ചിത്രമായ ഡാഡ എന്നീ ചിത്രങ്ങളിലും അപർണദാസ് അഭിനയിച്ചു. പ്രിയൻ ഓട്ടത്തിലാണ് എന്ന ചിത്രത്തിലെ കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ തെലുങ്കിൽ ആദികേശവ എന്ന ചിത്രവും ചെയ്തു. സീക്രട്ട് ഹോമാണ് അപർണയുടെ ഏറ്റവും പുതിയ ചിത്രം. ആനന്ദ് ശ്രീബാല എന്ന മലയാളം ചിത്രത്തിലാണ് അപർണ ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. മലർവാടി ആർട്സ് ക്ലബ് എന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട നടനാണ് ദീപക്. തട്ടത്തിൻ മറയത്ത്, തിര, ഒരേ മുഖം, കുഞ്ഞിരാമായണം, ഒറ്റമുറി വെളിച്ചം, രക്ഷാധികാരി ബൈജു ഒപ്പ് തുടങ്ങിയ ചിത്രങ്ങൾ ദീപകിന് അഭിനേതാവ് എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ച ചിത്രങ്ങളാണ്. കണ്ണൂർ സ്ക്വാഡ്, ജോൺ ലൂതർ, ലവ് ആക്ഷൻ ഡ്രാമ, ബിടെക്, ക്യാപ്റ്റൻ, മഞ്ഞുമൽ ബോയ്സ് എന്നീ ചിത്രങ്ങളിലും പ്രധാന വേഷങ്ങൾ തന്നെയാണ് ദീപക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ദീപകിന്റേതായി പുറത്തിറങ്ങാനുള്ള ഏറ്റവും പുതിയ ചിത്രം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന വർഷങ്ങൾക്ക് ശേഷം എന്നതാണ്. പ്രണവ്, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, ഷാൻ റഹ്മാൻ, നീരജ് മാധവ്, കല്യാണി പ്രിയദർശൻ, നിവിൻ പോളി തുടങ്ങിയ വലിയ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം എന്നത്. എന്തായാലും വിവാഹ വാർത്ത പുറത്തു വന്നതോടെ ആശംസകളുമായി താരങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്.